പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനുവരി 24 വെള്ളിയാഴ്ചയാണ്. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥത്തോടെ ആശംസിക്കുന്നു. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. എൻ്റെ മക്കളെ, ഈ നിയോഗം ഇപ്പൊ പറയാം. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ എപ്പോഴും വിചാരിക്കുകയെ, ഞാൻ എല്ലാ ദിവസവും പറയുന്നുണ്ട്, ഒന്ന് പ്രാർത്ഥന മാത്രം എത്ര കൂടിപ്പോയാലും കുഴപ്പമില്ല, എപ്പോഴായാലും ഹാർവസ്റ്റ് ആവും. അത് സന്തോഷമായിട്ട് നിങ്ങൾ പറയാം, മടുക്കാതെ പറയാം. അതൊരു ഈശോ പറഞ്ഞത്, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണ നിയോഗം പറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഒരു നല്ല ദിവസം കൊടുത്തതിന് നന്ദി പറയുന്ന ഈശോയെ. ഇന്നലെ ഉറങ്ങാത്തവരുണ്ട് ഈശോയെ, നടുവേനകാരൻ ഉറങ്ങാത്തവരുണ്ട് ഈശോയെ, ശരീരത്തിൽ നീർക്കടല പോലെ ഇടക്ക് ഉറക്കം നഷ്ടപ്പെട്ടവരുണ്ട് ഈശോയെ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം നിന്റെ തിരുമുറുവാന്ന് വലത് കരുത്ത് ഇപ്പം സ്പർശിക്കണേ ഈശോയെ. ശരീരത്തിൽ തളർച്ച അനുഭവിക്കുന്നവരുണ്ട് ഈശോയെ, കിടക്കാൻ ശരീരം പൊങ്ങിക്കിട്ടേണ്ടില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ തൊടണമെന്ന് പ്രാർത്ഥിക്കുക. അടിപ്പിണ പോലെ വൈദാഖാലം പോലെ ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് ഇടിച്ചിറങ്ങട്ടെ. അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ്, കുരിശിനെ ചുവട്ടി മണിക്കൂറുകളോ നിന്ന അമ്മയുടെ ആ ആത്മശക്തി നിങ്ങളിലേക്ക് ആവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുശരീരം കയ്യിലേറ്റ് മേടിച്ചിട്ട് കല്ലറയ്ക്ക് സമർപ്പിക്കുന്നവരെ അമ്മ ഏറ്റെടുത്ത് ജോലി പൂർത്തിയാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചും പ്രാർത്ഥിച്ചും നിന്ന അമ്മയുടെ ആത്മശക്തി എന്നൊരു അപാര ആത്മശക്തിയാണ്. അമ്മയുടെ ആത്മശക്തി നിങ്ങൾക്ക് നിങ്ങളാക്കട്ടെ, നിങ്ങൾക്ക് അവകാശമാക്കട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പല കടകളും കമ്പോളങ്ങളും നടത്തുന്നവർക്ക് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. റേഷൻ കട പോലെയുള്ള കടകളെ ഈശോ കാണിക്കുന്നുണ്ട്. അതിനുവേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലപ്പോൾ ലൈസൻസ് പോയവരുണ്ടാകാം, ചിലപ്പോൾ കാർഡുകാർ നഷ്ടപ്പെട്ടവരുണ്ടാകാം, ചിലപ്പോൾ ചരക്കുകൾ വേണ്ട സമയത്ത് വരണില്ല.
പൈസ റീജിയണൽ ഓഫീസ്, രജിസ്ട്രേഷൻ ഓഫീസിൽ, താലൂക്ക് ഓഫീസ് കൊടുക്കാൻ പൈസ ഇല്ല, അതുകൊണ്ട് ചരക്ക് കിട്ടണില്ല, ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റണില്ല. അങ്ങനെ പലതരത്തിൽ കച്ചവടം കുറഞ്ഞവരുണ്ടാകാം. ഈശോ എന്തായാലും ഈശോ എന്ത് കച്ചവടം, എണ്ണക്കച്ചവടം ആയാലും അരിക്കച്ചവടം ആയാലും കച്ചവടക്കാരെല്ലാം നീ ആശീർവദിക്കണം പ്രാർത്ഥിച്ചു. വലിയ കച്ചവടങ്ങളൊക്കെ വന്ന കാരണം, വലിയ രീതിയിൽ കച്ചവടങ്ങൾ വന്ന കാരണം ചെറിയ കടക്കാരൊക്കെ പൂട്ടിപ്പോണവരുണ്ട് ഈശോയെ. അവർക്ക് ചിട്ടിക്കടവാണ്, ഭയങ്കര ജപ്തിയാണ്, അവരെങ്ങനെ ജീവിക്കും, എവിടെ പോയി ജീവിക്കും, ആര് സഹായിക്കുന്നതൊക്കെ ഒരു പിടിയില്ലാതെ മനസ്സ് നുറുങ്ങി ജീവിക്കുന്നവരുണ്ട് ഈശോയെ. ഈശോയെ അവരെ സഹായിക്കണേ ഈശോയെ. കഴുത്തേലും കയ്യിലും ഒക്കെ പൊന്നൊക്കെ കിടക്കണം, എല്ലാം ഇമിറ്റേഷനാണ്. എന്നെപ്പോലുള്ളവരെ കാണും പറയാം അച്ചായി കിടക്കണത് കാണുന്നതേ ഉള്ള എല്ലാം ഇമിറ്റേഷൻ. ഞാൻ അപ്പം തന്നെ 2 കൈയും അവരുടെ തലയിൽ വെക്കും. കർത്താവേ, പാവത്തിന് ഇതെല്ലാം മാറ്റാൻ ഇടയാക്കണം. അവൾക്ക് ഇപ്പം അതാണ് ആവശ്യം. അവളുടെ അഭിമാനം സംരക്ഷിക്കണം, അവരുടെ നിലനിൽപ്പ് കൊടുക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്കൊരു വില ഉണ്ടാകണം. അല്ലെങ്കിൽ അത് കർത്താവിൻ്റെ നാമത്തിൽ എടുക്കാനുള്ള ആധ്യാത്മികമായ അഭിഷേകം ഉണ്ടാകണം. എല്ലാം എൻ്റെ മക്കളെ എല്ലാം കർത്താവിലുണ്ട്. യേശു ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞല്ലേ, എല്ലാവരിലുമാണെന്ന്. കൊളോസ്യസ് 3:11 ഞാൻ എപ്പോഴും പറയണതല്ലേ, യേശു ക്രിസ്തു എല്ലാമാണ്. നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് ആവശ്യം അത് യേശുവാണ്. അപ്പം അതുകൊണ്ട് യേശുവിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് അമ്മമാർ അതിന് മധ്യസ്ഥ നിങ്ങൾ മുന്നേറുക. എൻ്റെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. 39 വർഷം അർപ്പിച്ച കുർബാനയുടെ ശക്തിയായി ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഇത്രയും നാൾ നടത്തിയിട്ടുള്ള ശുശ്രൂഷകൾ, ഞാൻ പട്ടിണി നിന്ന് പോലും, രോഗിയായിട്ട് പോലും, കാല് ഒടിഞ്ഞിട്ട് ഞാൻ കസേര നീട്ടി വെച്ചിട്ട് പോലും 3 മണിക്കൂർ ഞാൻ കൺവെൻഷൻ നടത്തിയിട്ടുണ്ട്. അതെല്ലാം കർത്താവ് നീ ഇപ്പോൾ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം ഓർത്തുകൊണ്ട് അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കണം. എന്തെല്ലാം പോരായ്മ ഇപ്പോൾ അങ്ങ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്കുണ്ടോ അതെല്ലാം നീ കണ്ടില്ലെന്ന് വെക്കണം കർത്താവേ. അവരെ നീ അനുഗ്രഹിച്ചുകൊണ്ട് അവരെ നീ കൈപ്പാടെ പൊക്കിയതിന് കുഞ്ഞുങ്ങൾ എൻ്റെ ഇടയ്ക്ക് അവരെ ആശീർവദിക്കുക, അവരെ തടയിൽ നടിച്ചത് അമ്മയുടെ കുഞ്ഞുങ്ങളെ മേടിച്ചു പോയ കർത്താവ്. എല്ലാ മക്കളെയും നീ നിന്നിലേക്ക് മേടിച്ചെടുക്കണമേ കർത്താവേ. എല്ലാവരുടെയും വേദനകളെ നീ മേടിച്ചെടുക്കണേ കർത്താവേ. എല്ലാവരുടെയും ഭാരങ്ങൾ നീ മേടിച്ചേക്കണേ കർത്താവേ. ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി വേദനപ്പെടുന്നു, ഭാരപ്പെടുന്നു, സങ്കടപ്പെടുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങാനും പറ്റുന്നില്ല, ഇറങ്ങിയില്ലെങ്കിൽ കടക്കാർ വന്ന് വളയുകയും ചെയ്യും. ഇങ്ങനെ ഗതി കിട്ടി മുഴിമുട്ടിയൊക്കെ നിൽക്കുന്ന മനുഷ്യരെ കർത്താവ് നീ തുടരണമേ കർത്താവേ. ശരീരത്ത് മുഴുവനും രോഗങ്ങൾ, മുഴുവനും പലതരത്തിലുള്ള ചൊറിച്ചിലുകൾ, അലർജി രോഗങ്ങൾ മൂലം കർത്താവേ, ഭക്ഷണത്തിന് ഇനി കുഞ്ഞുങ്ങളെ പോറ്റാനും ഒരു മാർഗം കാണുന്നില്ല. ഇങ്ങനെ പിന്നെ വീട്ടുകാരനാണെങ്കിൽ ഇങ്ങനൊരു വീടുണ്ടെന്നുള്ള ബോധം പോലും ഇല്ലാതെ കൂട്ടുകാരുമായിട്ട് കുടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ പേരിലൊക്കെ അമ്മമാർ വിഷമം അനുഭവിക്കുന്ന അമ്മമാരുണ്ട്, നേരെ മറിച്ചും തിരിച്ചും വരുന്നവരുണ്ട്. കർത്താവ്, ഇങ്ങനെ ഓരോ വിഷയങ്ങൾക്കും വേദന അനുഭവിക്കുന്നവരെ നീ ഇപ്പോഴവിടെ പത്രോസ് കടലിൽ മുങ്ങിപ്പോയപ്പോൾ അല്പവിശ്വാസി സംശയിച്ചത് എന്തിനെന്ന് പറഞ്ഞുകൊണ്ട് നീക്കവിടെ കയ്യെ പിടിച്ചില്ല ഈശോയെ. അതുപോലെ ഇപ്പം മുങ്ങിപ്പോകുന്ന സങ്കടക്കടലിൽ മുങ്ങിപ്പോകുന്ന എല്ലാ മക്കളുടെയും കൈകൾ ഈ പ്രഭാതത്തിൽ നീ കടന്നു പിടിക്കണേ കർത്താവ്. നീ അവരെ കരകയറണേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി നീ അനുഗ്രഹിക്കപ്പെടട്ടെ. താങ്ക് യു. നമ്മളിന്ന് വായിക്കുന്നത് പ്രഭാഷകൻ 11:17 വചനം. ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. കേൾക്കുമ്പോൾ നിസ്സാരത തോന്നും, പക്ഷെ സംഭവം ഇടിവെട്ട് വെടിക്കെട്ട് വചനമാണിത്. എന്താണ് ദൈവകൃപ? പറഞ്ഞ് ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. ബൈബിൾ പണ്ഡിതന്മാർ ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ ഒരു എക്സ്പ്ലെയിൻ എപ്പോഴും കൃപാസനത്തിൽ നിന്നൊക്കെ ലഭിക്കുന്ന എക്സ്പ്ലനേഷൻ എപ്പോഴും ജീവിതത്തിലേക്ക് വേരിറങ്ങി വചനത്തിൻ്റെ വേരുകളെ ജീവിതത്തിലൂടെ ഇറക്കിയിട്ട്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വേരുകളെ വചനത്തിലൂടെ ഇറക്കിയിട്ട് ജീവിതത്തിന് ആവശ്യമായ വെള്ളവും വളവും എടുക്കുന്ന ജീവിത ബന്ധിയായിട്ടാണ് എപ്പോഴും വചനത്തെ ഞാൻ നിങ്ങൾക്ക് കൈകാര്യം കൈമാറി തരണത്. എനിക്ക് ആ ഒരു അഭിഷേകമാണ് കർത്താവ് തന്നുള്ളതാണ് ഞാൻ വിവേചിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത്. കാര്യം എൻ്റെ മുമ്പിലുള്ളത് പാഠപുസ്തകങ്ങളോ ലൈബ്രറികളോ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമോ അല്ല. എൻ്റെ മുമ്പിലുള്ളത് വെണ്ണീറായി പോകുന്ന ജീവിതം ആവിയായിക്കൊണ്ടിരിക്കുന്ന 100 കണക്കിന് ഹൃദയങ്ങളാണ്. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയാണ് കർത്താവിനെ പകർന്നു കൊടുക്കുന്നത്. ഇപ്പോഴെന്താ പറയുന്നറിയാമോ? ദൈവകൃപ. പ്രഭാഷകൻ എന്താ പറയണത്? പ്രഭാഷകൻ എന്താ 11:17 എന്താണ് എന്ന് പറഞ്ഞേ? ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും.
ശാശ്വതമായ ഐശ്വര്യം എന്ന് പറയുമ്പോൾ കൃപയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പം ഈ നമുക്കറിയാമല്ലോ, ദൈവത്തിൽ നിന്ന് വരുന്ന ആനുകൂല്യങ്ങൾ, ഫേവേഴ്സ് എന്താണെന്ന് പറയണത്, അത് അനുഗ്രഹമുണ്ട്. ഇപ്പം അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ഫേവേഴ്സാണ്. നമ്മൾ വീട്, ജോലി, ഞാൻ എപ്പോഴും പറയാം അല്ലേ, വീട്, ജോലി, വിവാഹം, മക്കൾ, എല്ലാം, വഴി, വെളിച്ചം, അതെല്ലാം ഫിസിക്കൽ നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ്. ഫിസിക്കലായിട്ട് ഉപയോഗിക്കേണ്ടതിനാണ് അതെല്ലാം. പക്ഷേ കൃപയെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആത്മീയമായി വിവേചിക്കേണ്ടതാണ്. എന്താ കാരണം? ഇപ്പോൾ പവർ ഓഫ് ഗാഡ്. 2 Corinthians 12:9 പറയുന്നില്ലേ, എനിക്ക് മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു, നിനക്ക് എൻ്റെ കൃപ മതി. അവിടെ എന്താണ്? അവിടെ അനുഗ്രഹമാണ് ചോദിക്കണത്. ഈ കാര്യം ഇവിടെ അങ്ങ് പൗലോസ് അപ്പോസ്തലൻ്റെ അൾസർ, ഗാസ്ട്രിക് അൾസറിൻ്റെ വേദനകൾ, കുത്തുന്ന നൊമ്പരങ്ങൾ, അല്ലെങ്കിൽ ശാരീരിക ജടിക പ്രകോപനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. പക്ഷേ ഈസ് ഗെറ്റിംഗ് ഗ്രേസ്. ഗ്രേസിൻ്റെ പ്രശ്നം എന്താണ്? അനുഗ്രഹം എത്ര കിട്ടിയാലും അടുത്ത മണിക്കൂറിൽ, അടുത്ത ആഴ്ചയിലോ അടുത്ത മാസവും അത് തീർന്നു പോകും. പക്ഷെ കൃപ കിട്ടിക്കഴിഞ്ഞാൽ അത് ശാശ്വതമാണ്. പവർ ഓഫ് ഗോഡ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും സംഭവിക്കുക എങ്ങനെ അറിയാമോ, ചില പ്രാർത്ഥനകൾ നമ്മൾ കേൾക്കുന്നില്ല എന്ന് വെച്ചാൽ അത് ആ ബ്ലെസ്സിങ് കൃപയിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം പവറിലേക്ക്. അപ്പം നിങ്ങൾ എംപവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവം ശക്തീകരിക്കുകയാണ്. ക്രിസ്തുവിനൊക്കെ ഈശോയ്ക്ക് സംഭവിച്ചതാണ്. എന്താണ്? അവനെ ശക്തിപ്പെടുത്താൻ ഒരു മാലാഖ ഇറങ്ങി വന്നു. അവിടെ അനുഗ്രഹമല്ല, അനുഗ്രഹമായിരുന്നെങ്കിൽ അത് കുരിശ് മാറ്റിയണം. പിതാവ് സാധ്യമെങ്കിൽ ഈ പാനപാത്രത്തിൻ്റെ കടന്നു പോട്ടെന്ന് പറയുമ്പോഴേ ഈശോയ്ക്ക് ബ്ലെസ്സിങ്സ് ആണ് കിട്ടിയിരുന്നെങ്കിൽ ആ കുരിശ് മാറ്റണം, നീ ഇപ്പോൾ മരിക്കേണ്ടെന്ന് പറഞ്ഞുതരാം. അങ്ങനെയല്ല, ആ കുരിശ് എടുക്കാനുള്ള പവർ കിട്ടി. അതാണ് അവനെ ശക്തിപ്പെടുത്താൻ. ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്, അവനെ ശക്തിപ്പെടുത്താൻ. ലൂക്ക 22:43. ലൂക്ക 22:43. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അതായത് അവിടെ ശക്തിപ്പെടുത്തുകയാണ്. അപ്പോൾ അത് കൃപയാണ് ശരിക്കും. അതുകൊണ്ടാണ് ബലഹീനതരാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കണം എന്ന് പറയണല്ലേ. 2 Corinthians 12:9 എന്താ പറയണത്? ബലഹീനതരാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് എപ്പോഴാണ് ഇത് പറയണത്? നിനക്ക് എൻ്റെ കൃപ മതി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ കൃപ എന്ന് പറയുന്ന ശക്തിയാണ്. ഇപ്പോൾ യേശുക്രിസ്തുവിന് കിട്ടിയത് കൃപയ്ക്ക് മേൽ കൃപയാണ്. കുരിശിൻ്റെ ചുവട്ടിൽ ഗെത്സമനി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ യേശു എഴുന്നേക്കണം കണ്ടിട്ടില്ലേ? അവൻ കൃപ കിട്ടിയോടുകൂടി അവനെ കണ്ട്, നിങ്ങൾ ഹും ഡു യു സീക്ക് എന്ന് ചോദിക്കും. നിങ്ങൾ ആരെ അന്വേഷിക്കണം ചോദിക്കുമ്പോൾ ജീസസ് ഓഫ് നാസറത്ത് എന്ന് പറയും. കസാരൻ യേശുവിനെ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർ പുറകോട്ട് മലന്ന് വീഴും. പവറാണ്, ആ കൃപയുടെ ഇഫക്റ്റ് എന്ന് പറയാതെ. അതുപോലെയാണ് ചില സമയത്ത് നമ്മുടെ ക്യാഷ് ആൻഡ് കൈൻഡ് ബ്ലെസ്സിങ്സ്, ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങൾ കിട്ടണില്ല എന്ന് വെച്ചാൽ നിങ്ങൾ അപ്പം തന്നെ എൻ്റെ പ്രാർത്ഥന കേട്ടില്ലെന്ന് പറയരുത്, കേട്ടെന്ന് പറയണം. എന്താ കാര്യം? നിങ്ങളെ എംപവർ ചെയ്തുകൊണ്ടിരിക്കണം കൃപയാൽ. അപ്പോൾ ദൈവത്തിൻ്റെ ലൈൻ മനസ്സിലാക്കണം. അതിന് പരിശുദ്ധാത്മ വേണം, വിവേചനം ചെയ്ത്. ഇതിപ്പോൾ ഞാൻ ബ്ലെസ്ഡ് അല്ല, ബ്ലെസ് ചെയ്യല്ല, ദൈവം അതിനേക്കാൾ വലിയത് കൃപയാൽ, ദൈവശക്തിയാൽ എന്നെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവശക്തി കിട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, ബ്ലെസ്സിങ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പോകും. ദൈവശക്തി കിട്ടിക്കഴിഞ്ഞാൽ നിത്യത വരെ നിലനിൽക്കും. അതുകൊണ്ടാണ് പ്രഭാഷകൻ പറയണത്, എന്താ പറയണത്? കർത്താവിൻ്റെ കൃപ ശാശ്വതമായ ഐശ്വര്യം നിത്യത വരെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് അനുഗ്രഹം കുറഞ്ഞു പോയാൽ, പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ വിചാരിക്കണ കാര്യം നടന്നില്ലെങ്കിൽ, അത് ബ്ലെസ്സിങ്സിന് ഇപ്പം തരുന്ന കർത്താവ് തൽക്കാലം പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നു, അതിന് പകരം നിനക്ക് പവർ തരുന്നു എന്നുള്ള അർത്ഥം. അപ്പം അതിൽ നീ സന്തോഷിച്ച് അത് ആശിച്ച് നന്ദി പറയണം. അല്ലാതെ അയ്യോ ഞാൻ ഈ പ്രാർത്ഥിക്കണേ, എന്നാ പ്രാർത്ഥിച്ചില്ല, ഞാൻ എല്ലാ ദൈവങ്ങളെയും വിളിച്ചതൊക്കെ പറയും. ചില വിഡ്ഢിയാന്മാരൊക്കെ അങ്ങനെ പറയത്തില്ലേ? അങ്ങനെയൊക്കെ വിടുവർത്താനങ്ങളൊന്നും വിശ്വാസം പറയരുത്. എന്താ അവൻ പറയും? കർത്താവ് ബ്ലെസ്സിങ്സ് അല്ല, അതിനൊക്കെ വലുത് കൃപ എനിക്ക് തരാൻ പോകുന്നു. ഐ വിൽ ബി ബ്ലെസ്ഡ്. സോ താങ്ക് യു മൈ ലോർഡ് ജീസസ് എന്ന് പറഞ്ഞിട്ട് ആമേൻ പറയണം. താങ്ക് യു.